ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ചു. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, ചായയൊക്കെ കഴിച്ചു. എന്നിട്ട് ഇപ്പോൾ ഇനി കിച്ചൺ വർക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് പരിപാടി ജലദോഷമുണ്ട് ചെറുതായിട്ട്, അങ്ങനെ വിക്സൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് മൂക്കിൽ ചെറുതായിട്ട്, അകത്തല്ല പുറത്ത്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് എന്താണ്, ഈ വെട്ടം ഇങ്ങനെ മാറിപ്പോയേ. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ജസ്റ്റ് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്, കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് വെച്ചിട്ട് കുറച്ചധികം ദിവസം എടുക്കാൻ പറ്റും. പുഴമീൻ ആണെങ്കിൽ നമുക്ക് കുറച്ചധികം ദിവസം വരും. എന്നിട്ട് പിന്നെ മീൻ വാങ്ങിച്ചാൽ മതി. അപ്പോൾ അത് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അവിടെ പുഴമീനിൽ നിന്ന് തന്നെ. അപ്പോൾ അതിനെ വെച്ച് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഷാൻ ജിയോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നോക്കി, എല്ലാ സാധനങ്ങളും എൻ്റെ ഇല്ല, ഉള്ള സാധനം വെച്ച് ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഉദ്ദേശിക്കുന്നത്. പുള്ളിയുടെ കയ്യിൽ ഉള്ള എല്ലാ സാധനം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ അതെല്ലാം എൻ്റെ കയ്യിലില്ല. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പോയി ആ ചാനലിൽ പോയി നോക്കി കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഞാൻ ജസ്റ്റ് വീഡിയോ ക്ലിപ്സ് ആഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് പുഴയിൽ കൊഞ്ച്. ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിയ കൊമ്പുണ്ടാവും. കൊമ്പോ കാലോ എന്തോ ആണ്, ഇത്രയും വലിയ കാലുണ്ടാവും. കുഞ്ഞു കൊഞ്ചുമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനെ ക്ലീൻ ചെയ്ത് ബിരിയാണി ആക്കിയതിന് ശേഷം വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ ഷോർട്സ് എന്തെങ്കിലും എടുക്കാം. അപ്പോൾ പാട്ടിട്ടിട്ട് പാട്ടും കേട്ടുകൊണ്ട് ജോലി ചെയ്യണം. കൊഞ്ച് പെരട്ട് പോലെ ആക്കിയതാണ്. നല്ല മണമൊക്കെ ഉണ്ട്, ടേസ്റ്റ് അറിഞ്ഞുകൂടാ. ഈ പാനിലാണ് വെച്ചത്. ഇതൊന്ന് വഴിച്ച് ഇതിലോട്ട് ഇട്ടോട്ടെ. അരപ്പ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, അത് കൊള്ളാം. ഇത് അവർ കുക്കറിലല്ല വെച്ചത്, പാത്രത്തിലാണ് വേവിച്ചത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അരി കുക്കറിൽ വേവിച്ച് ദം ചെയ്തതാണ്. അപ്പോൾ അരി കറക്റ്റ് വേവായിട്ടുണ്ട്, കുറച്ച് കൂടിപ്പോയെങ്കിലേ ഉള്ളൂ. അപ്പോൾ ബാക്കി അരപ്പ് ടേസ്റ്റ് ചെയ്തത് കൊള്ളായിരുന്നു. അപ്പോൾ ചോറിൽ ഉപ്പിടാൻ മറന്നുപോയി, അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എന്നാലും അരപ്പിൽ ഉപ്പുള്ളതുകൊണ്ട് കുഴപ്പമില്ല, മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിരിക്കും. ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ഇപ്പോഴല്ല, ദം ചെയ്ത് കുറച്ചൊരു 10-15-20 മിനിറ്റ് കഴിഞ്ഞേ കഴിക്കുള്ളൂ. വീഡിയോ വ്ളോഗില്ല, ആ ചാനലിൽ ഇടൂല, വേറെ ചാനൽ. അമ്മയുടെ ഐസ്ക്രീം. ഫ്രണ്ട്സ്, ചെറിയ ജലദോഷമുണ്ട്, ചെറുതായിട്ട് വിക്സ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. വിക്സ് ഇടണ നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ജലദോഷം വരുമ്പോൾ ചെറുതായിട്ടിടുമ്പോൾ ഇടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലുതായിട്ടൊന്നും കാണിച്ചില്ല. കൊഞ്ച് ബിരിയാണി എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ ഷാൻ ജിയോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നോക്കിയാണ് വെച്ചത്. അതും ഒരു 75%, 25% പുതിനയില അങ്ങനെയൊന്നും ഇടാൻ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അതിട്ടില്ല.
പക്ഷേ ഇപ്പം തന്നെ എനിക്കത് ഓക്കെ ആയിരുന്നു. എനിക്കും വീട്ടിലുള്ളവർക്കും ഒക്കെ അത് ഇഷ്ടമായി. ഉപ്പിൻ്റെ കുറച്ച് കുറവ്, കാരണം ചോറിൽ ഉപ്പിടാൻ ഞാൻ മറന്നുപോയി, അരിയിൽ വേവിച്ചപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അച്ചാറും കൂട്ടി കഴിച്ചപ്പോൾ അതങ്ങ് മാറി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു 2 മണിക്കൂർ ഒന്നീ ടാരോ റീഡിങ് എന്തെങ്കിലും കാണുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ, ടാരോ റീഡിങ്ങോ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ കോഴ്സ് എന്തെങ്കിലും പഠിക്കാനുണ്ട്, അപ്പോൾ അത് പഠിക്കുകയോ ഒക്കെ ചെയ്യും. കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. വൈകുന്നേരം ഒരു 4:30-5 മണിയാകുമ്പോൾ ചായ ഇട്ട് കുടിക്കും. ചായ എന്തെങ്കിലും സ്നാക്സായിട്ട്. രാത്രി 7 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മഴ തോരും മുമ്പേ സീരിയലുണ്ട്. 7 മണിക്കാണെങ്കിൽ TV കാണണം. അതിന് മുന്നേ ആണെങ്കിൽ മറ്റേ ഹോട്ട്സ്റ്റാറിൽ വരുമല്ലോ, അപ്പോൾ അത് ടി വിയിൽ ഇട്ടിട്ട് അത് കാണാം. അപ്പോൾ എപ്പോഴെങ്കിലും അത് കാണും. മിക്കവാറും 7 മണിക്കേ കാണുള്ളൂ. പിന്നെ രാത്രി ഡിന്നർ കഴിക്കുക, കുറച്ച് നേരം കൂടി ടാരോ റീഡിംഗ് ഒക്കെ കാണുക, കിടന്നുറങ്ങുക. ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ പരിപാടി. ഇന്ന് നാരായണി എഴുതാൻ സാധ്യത കുറവാണ്. ജലദോഷം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുളിച്ചില്ലെങ്കിൽ നാരായണി എഴുതില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ലൈക്കും കൂടി ചെയ്യുക. ഞാൻ ഇതിൽ വീഡിയോ ഇടണം വേണ്ടതെന്ന് ഒരുപാട് ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ, കാരണം സബ്സ്ക്രൈബേഴ്സും ഇല്ല. എനിക്കിഷ്ടമാണ്, എന്നാലും എന്തോ ഒരു ചെറിയൊരു ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് വീഡിയോ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാം സോർട്ട് ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, പറ്റും പോലെ ചെയ്യാം. അപ്പോൾ അതൊക്കെയുള്ളൂ വിശേഷങ്ങൾ. നാളെ പറ്റുമെങ്കിൽ ഒരു വ്ളോഗ് എടുത്ത് നാളെ അപ്ലോഡ് ചെയ്യാം. ഇന്നിപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. പിന്നെ ഞാൻ പറ്റുമെങ്കിൽ വൈകിട്ട് അവിടെ ഒരു കുന്ന് പോലെയാണ് ഞങ്ങളുടെ പുതിയൊരു സെപ്റ്റിക് ടാങ്ക് കെട്ടിയപ്പോൾ പഴയത് കുറേ പഴയതായി. അപ്പോൾ അതിന് വെച്ചേക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടി പുതിയൊരെണ്ണം കെട്ടി. അപ്പോൾ അതിൻ്റെ മണ്ണിങ്ങനെ കൂന കൂട്ടിയിട്ടിരുന്നു. ഞാൻ വിചാരിച്ച അത് ചെടി നടാനൊക്കെ എടുക്കാമെന്ന്. പക്ഷേ അതിനെ ലെവലാക്കി കുറച്ച് ഭംഗി, അങ്ങനെയല്ല, വേറൊരു ബാത്റൂം കെട്ടുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഭംഗിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഭംഗിയിലല്ല, ലെവലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇന്നിപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഇപ്പോൾ സമയം 2:15, 2:20. ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ചായ കുടിച്ച് ഇന്നത്തെ ഡേ അങ്ങനെ അങ്ങ് പോവും. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഒരു വീഡിയോ പോലെ എടുത്തിട്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നാളത്തെ വ്ളോഗിൽ ആഡ് ചെയ്യുകയോ ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിഷയം. സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി. ബൈ.